പിണറായിസം തകർക്കാൻ വന്ന പി.വി. അൻവർ യു.ഡി.എഫിന്റെ പ്രതീക്ഷകളാണ് ആദ്യ റൗണ്ടിൽ തന്നെ തകർത്തത് എന്ന് പറയേണ്ടി വരും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആദ്യ റൗണ്ടുകളിലൊക്കെ പ്രതീക്ഷിച്ച ലീഡ് നേടാനാകാതെ യു.ഡി.എഫ് കഷ്ടപ്പെടുന്നത് പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം സാന്നിധ്യം കൊണ്ട് തന്നെയാണെന്ന് വ്യക്തമാവുകയാണ്. പോസ്റ്റൽ വോട്ടും വഴിക്കടവ് പഞ്ചായത്തും എണ്ണിയപ്പോൾ തന്നെ പി.വി. അൻവർ വോട്ട് പിടിക്കുന്നതിൽ മണ്ഡലത്തിൽ നിർണായകമാവുകയാണ് ഫലപ്രവചനം. പോസ്റ്റൽ വോട്ടിൽ അതിശക്തമായ യു.ഡി.എഫ് മുന്നേറ്റമാണ് നമ്മൾ കണ്ടതെങ്കിൽ തങ്ങളുടെ സ്വന്തമെന്ന് കരുതിയ വഴിക്കടവ് പഞ്ചായത്തിൽ അൻവർ പിടിച്ച വോട്ടുകളാണ് ആര്യാടൻ ഷൗക്കത്തിനെ വിറപ്പിച്ചത്. യു.ഡി.എഫിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ലീഡ് പോലും അവിടെ വന്നിട്ടില്ല എന്നുള്ളത് സ്വരാജിന് നേട്ടമായി മാറിയിരിക്കുന്നു. 500-ന് മുകളിൽ ലീഡ് യു.ഡി.എഫ് പ്രതീക്ഷിച്ചപ്പോൾ അത് 419-ലേക്ക് ഒതുങ്ങി ആദ്യ റൗണ്ടിൽ തന്നെ. പി.വി. അൻവർ വോട്ട് നേടുന്നത് തന്നെയാണ് യു.ഡി.എഫിന്റെ വോട്ടിൽ കുറവ് വരുത്തിയത് എന്നാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് തൊട്ടു പിന്നിലാണ് സ്വരാജ് ഉള്ളത്. വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ്. എങ്കിലും ആര്യാടൻ ഷൗക്കത്ത് വിജയം ഉറപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും യു.ഡി.എഫിന്റെ സ്വന്തമെന്ന് കരുതിയ പഞ്ചായത്തുകൾ മൂത്തേടം പഞ്ചായത്ത് എണ്ണാൻ തുടങ്ങിയപ്പോൾ തന്നെ വഴിക്കടവ് പഞ്ചായത്തിൽ ലഭിച്ച പ്രതീക്ഷകൾക്കൊത്ത വിജയമല്ല അല്ലെങ്കിൽ മുന്നേറ്റമല്ല എന്നുള്ളത് യു.ഡി.എഫിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. യു.ഡി.എഫിന് മുൻതൂക്കം പ്രതീക്ഷിച്ച റൗണ്ടുകളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് എൽ.ഡി.എഫ് ക്യാമ്പിലെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നുണ്ട്. അവരുടെ സ്വന്തമെന്ന് എൽ.ഡി.എഫിന്റെ സ്വന്തമെന്ന് കരുതുന്ന അമരമ്പലവും കരുളായിയും ഒക്കെ എണ്ണാൻ ബാക്കിയുള്ളപ്പോൾ, അതുപോലെ തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ഒക്കെ എണ്ണാൻ ബാക്കിയുള്ളപ്പോൾ എൽ.ഡി.എഫ് പൂർണ്ണമായും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അത് അൻവറിന്റെ ഒപ്പമുള്ള നേതാവ് സുഗുവിന്റെ തട്ടകത്തിലാണ് വഴിക്കടവിന്റെ വോട്ടുകൾ മറിഞ്ഞത് എന്നുള്ള വിവരവും ലഭ്യമാകുന്നു. അതുകൊണ്ടാണ് നിലമ്പൂരിൽ ആദ്യ റൗണ്ടിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയേണ്ടി വരുന്നത്. യു.ഡി.എഫിന് മേൽക്കൈയുള്ള വഴിക്കടവിൽ പി.വി. അൻവറാണ് കരുത്തുകാട്ടിയത് എന്നത് അത് യു.ഡി.എഫ് ക്യാമ്പുകളെ ആശങ്കപ്പെടുത്തി കഴിഞ്ഞു. ആദ്യ റൗണ്ട് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ വഴിക്കടവിൽ ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നുവെങ്കിലും യു.ഡി.എഫ് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടായിട്ടില്ല. ആദ്യ 1-2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ തന്നെ അൻവർ പിടിച്ച വോട്ടുകൾ യു.ഡി.എഫിന്റെ വോട്ട് ലീഡ് വളരെയധികം കുറച്ചു കളഞ്ഞു. ഇതിനർത്ഥം പി.വി. അൻവറിനെ മാറ്റി നിർത്തിയത് ശരിയായില്ല എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. എന്തു തന്നെയായാലും 15,000-ഓളം വോട്ടുകൾക്ക് യു.ഡി.എഫ് വിജയിക്കും, ഭൂരിപക്ഷം നേടുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേർക്ക് തന്നെയാണ് എല്ലാ കണ്ണുകളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കാരണം സതീശന്റെ പിടിവാശിയാണ് അൻവറിനെ യു.ഡി.എഫിൽ എടുക്കാത്തതിനും യാതൊരു പരിഗണനയും നൽകാതെ ആട്ടിപ്പായച്ചതിനും കാരണമെന്ന് പറയുമ്പോൾ അൻവർ പിടിക്കുന്ന വോട്ടുകൾ സതീശനെതിരെയുള്ള ഒരു വികാരമാണെന്നും ജനങ്ങൾ വിലയിരുത്തും. അൻവർ കൂടി യു.ഡി.എഫിന് പിന്തുണയുമായി ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അൻവറിന് ലഭിച്ചിരിക്കുന്ന വലിയ തരത്തിലുള്ള വോട്ടുകൾ യു.ഡി.എഫിന് ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അവിടെയാണ് സതീശന്റെ ധാർഷ്ട്യം എന്ന വാക്കുകളും സതീശനിസം എന്ന അൻവറിന്റെ ആരോപണങ്ങളും വലിയ രീതിയിൽ യു.ഡി.എഫിനെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അത് വരും ദിനങ്ങളിൽ ചർച്ചയാകും. പിണറായി വിരുദ്ധരെയും ഇടത് പക്ഷത്തെ എതിർക്കുന്നവരെയും ഒപ്പം കൂട്ടുക എന്ന നല്ല രാഷ്ട്രീയ തന്ത്രം അത് വിജയിപ്പിച്ചില്ല എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഏതായാലും വഴിക്കടവിൽ പറഞ്ഞ 5000 വോട്ടിന്റെ ലീഡൊന്നും ഇല്ലെങ്കിലും 1500 വോട്ടിന് മുകളിൽ ലീഡ് നേടാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വിജയം ഷൗക്കത്തിന് തന്നെയാണെങ്കിലും അൻവറാണ് പ്രതീക്ഷകൾ തകർത്തതെന്ന് യു.ഡി.എഫിന് പറയേണ്ടി വരും.